ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീത് എന്നാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഗോൾഡിൽ സ്കാൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് വീഡിയോ ഇടുമെന്ന്. ബട്ട് അത് കഴിഞ്ഞ് കുറച്ച് ബിസി ആയിപ്പോയി, കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു. ഒരു സെക്കൻഡ് ബേബി ഉണ്ടായിട്ടുണ്ട്, ആൺകുഞ്ഞാണ്. നോർമൽ ഡെലിവറി ആയിരുന്നു, എല്ലാം നല്ല രീതിയിൽ തീർന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫ്രീ ആയി. സോ ഞാൻ ആദ്യം തന്നെ വന്നിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്തിരുന്ന ആ വീഡിയോ റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മളപ്പം ഗോൾഡിൻ്റെ ചാർട്ട് ട്രേഡിംഗ് വ്യൂവിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇൻഡിക്കേറ്ററും ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. ഇത് 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് അല്ലേ. ഇനി ഇതിനകത്ത് നമുക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് സ്കാൽപ്പിങ്ങിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് ആവശ്യമില്ല, അതൊന്ന് മാറ്റിയേക്കാം. ഓക്കെ, ദെൻ ഞാൻ നേരെ വന്നു സ്ട്രക്ചർ ഓൺ ചെയ്തു. സ്ട്രക്ചർ ഓൺ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഈ സ്ട്രക്ചറുമായിട്ടല്ല നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബട്ട് ചില സമയത്ത് നമ്മളുടെ റൂൾ പ്രകാരം SL മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രം ആണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് സ്റ്റാർ ലൈൻ സപ്പോർട്ട് വേവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ ഫാസ്റ്റ് എൻട്രി മോഡാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫാസ്റ്റ് എൻട്രി മോഡ് സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു എൻട്രി പോയിന്റ്, ടാർഗറ്റ്സ് ഇതൊന്നും വേണ്ട. ആക്ച്വലി നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനകത്ത് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ ടാർഗറ്റ്സ് ആണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് ആ ഒരു ടാർഗറ്റ് അല്ല നമ്മൾ സ്കാൽപ്പിങ്ങിൽ പിടിക്കുന്നത്. സോ നമ്മൾ സ്റ്റൈലിൽ പോയിട്ട് ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്ത് കളഞ്ഞേക്കുക, ലൈൻ ഫില്ലും മാറ്റിയേക്കുക, ഈ പാൻ ലേബലും കൂടി മാറ്റിയേക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, ബ്ലൂ ക്യാൻഡിൽസ് എല്ലാം നമുക്ക് കാണിക്കുന്നുണ്ട്, അതായത് എൻട്രി ക്യാൻഡിൽസ് എല്ലാം നമുക്കിവിടെ കാണിക്കുന്നുണ്ട് താനും. വേറെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് 5 മിനിറ്റിൻ്റെ ഒരു ചാർട്ടാണ് അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കറണ്ടായിട്ട് 5 മിനിറ്റിൽ നടക്കുന്ന ട്രെൻഡ് മാത്രമാണ് ഇത് കാണിച്ചു തരുന്നത്, വേറൊരു ഇൻഫർമേഷനും ഇല്ല ഇതിനകത്ത് അല്ലേ. സോ നമുക്ക് ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഇൻഫർമേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കാം. അതിന് നമ്മൾ ഇതുണ്ടോ HTF, ഹയർ ടൈം ഫ്രെയിം ബ്രോഡർ ട്രെൻഡ് ഐഡൻറ്റിഫയറിൽ HTF നമ്മൾ ജസ്റ്റ് ടിക്ക് ചെയ്തു. 15 മിനിറ്റ് 30 മിനിറ്റ് അത് തന്നെ ഡിഫോൾട്ട് ആക്കി വെച്ചേക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഓവറോൾ ആയിട്ടുള്ളൊരു ട്രെൻഡ് മനസ്സിലായി അല്ലേ. നോക്കിയാൽ നിങ്ങൾ, ഇവിടെ നിന്നാണ് ട്രെൻഡ് ചേഞ്ച് ആയത്, അതായത് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ട്രെൻഡ് ചേഞ്ച് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രൈസ് കംപ്ലീറ്റ് ആയിട്ട് HTFന് താഴെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ഫോൾ വീണ്ടും സ്റ്റാർട്ട് ആയിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് എന്താണ്, ഒരു ബ്രോഡർ ആയിട്ടുള്ള ട്രെൻഡ് മനസ്സിലായി. ഇനി നമ്മൾ സ്കാൽപ്പിങ്ങിൻ്റെ റൂളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്കാൽപ്പിങ്ങിൻ്റെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ ബ്ലൂ ക്യാൻഡിലാണ് നമ്മളുടെ എൻട്രി പോയിന്റ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ബ്ലൂ ക്യാൻഡിൽ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ക്യാൻഡിൽ ഫോം ആകാൻ തുടങ്ങുമ്പോഴായിരിക്കും ബ്ലൂ ക്യാൻഡിൽ നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, സോ ബ്ലൂ ക്യാൻഡിൽ +1 ക്യാൻഡിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക എപ്പോഴും. ഓക്കെ, എന്നിട്ട് ഈ ബ്ലൂ ക്യാൻഡിൽ കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ മുകളിലാണ് നമ്മളുടെ എൻട്രി വരേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ 0.5 റുപ്പീസിൻ്റെ ബഫർ വെക്കും ഗോൾഡിൽ. അതായത് ഇതുണ്ട്, ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ബ്ലൂ ക്യാൻഡിൽ +1, അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി ക്യാൻഡിൽ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ ഞാൻ മൗസ് വെച്ചപ്പോൾ അതിൻ്റെ ഹൈ നോക്കിയ മുകളിൽ ഇവിടെ നോക്കി അറിയാൻ പറ്റും 35.90. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും 0.5 റുപ്പീസിൻ്റെ ബഫർ വെക്കുന്നു. അപ്പോൾ 33.35.90 പ്ലസ് 0.5. ഓക്കെ, 0.05. അപ്പോൾ എത്ര വരും, 36.40 സംതിങ് വരും. അതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. ഓക്കെ, സോ നമ്മൾ എൻട്രി എപ്പോഴാണ് നമ്മളുടെ ആക്ടിവേറ്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കണ്ടീഷൻ എന്താണ്, പ്രൈസ് ഈ ഒരു HTFന് മുകളിലായിരിക്കണം. നമ്മളുടെ ഫേവറിലുള്ള എൻട്രി ബൈ ആണെങ്കിൽ നമ്മൾ ബൈ പോകും. ഓക്കെ, സെല്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെല്ല് പോകത്തില്ല. ഇത്രയേ ഉള്ളൂ സംഭവം, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിനകത്ത് SL എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്ലൂ ക്യാൻഡിൽ മുതൽ അടുത്ത ക്യാൻഡിൽ വരെ, ഓക്കെ, ഇതാണല്ലോ നമ്മളുടെ റേഞ്ച് വരുന്നത്.
ഓക്കെ, ഇതാണ് നമ്മളുടെ ടോട്ടൽ റേഞ്ച് വരുന്നത്. അതായത് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എൻട്രി പോകുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ മുകളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, എക്സാക്റ്റ് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് വൺസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ 0.5 റുപ്പീസിൻ്റെ ബഫറിന് അടുത്ത ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരുന്ന പുൾ ബാക്ക് ഉണ്ടല്ലോ, ഈ പുൾ ബാക്കിൽ കൂടി നിങ്ങൾക്ക് എടുക്കാം. അപ്പം നേരിട്ട് ഇവിടെ നിന്ന് കയറുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ല ചീപ്പ് പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, SL എന്ന് പറയുന്നത് എപ്പോഴും ആ ബ്ലൂ ക്യാൻഡിലിൻ്റെ ലോവർ പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു റേഞ്ച് ആയിരിക്കും ഇതിൻ്റെ SL വരുന്നത്. എല്ലാ ട്രേഡിലും ഫിക്സ് ആണ് SL. ബ്ലൂ ക്യാൻഡിലിൻ്റെ ലോ പോയിന്റ് ആയിരിക്കും SL ആയിട്ട് വരുന്നത്. അതിനകത്ത് വേറൊരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ബ്ലൂ ക്യാൻഡിൽ പ്ലസ് ഈ ക്യാൻഡിൽ, ഈ രണ്ട് ക്യാൻഡിലിൻ്റെ കോമ്പിനേഷനിൽ 5 പോയിന്റിന് താഴെയാണെങ്കിൽ, ഓക്കെ ഇതുണ്ട്, ഇതിപ്പോൾ 6 പോയിന്റ് ഉണ്ട്, 5 പോയിന്റിന് താഴെ, അതായത് 3 പോയിന്റ് 2 പോയിന്റ് ഒക്കെയാണ് ഇതിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു MTLന് താഴേക്ക് ആ SLനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, എപ്പോഴും 5 പോയിന്റിന് താഴെ ആയിരിക്കണം മൊത്തത്തിൽ വരുന്ന റേഞ്ച്. അതായത് ഈ ഒരു SL നമ്മൾ നോക്കുന്നു, അത് പ്ലസ് ക്യാൻഡിൽ പ്ലസ് ഈ ഒരു ക്യാൻഡിൽ, ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 5 പോയിന്റിന് താഴെ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, ദെൻ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:2 ആണ് വരുന്നത്. ഓക്കെ, അതായത് ഇവിടം മുതൽ ഇവിടം വരെ എടുത്തു കഴിഞ്ഞാൽ 6 പോയിന്റ് ആണല്ലോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡബിളാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. പക്ഷേ അതിനകത്തൊരു കണ്ടീഷനുണ്ട്, നമുക്ക് 9 പോയിന്റിന് മുകളിലേക്കുള്ള ടാർഗറ്റ് നമ്മൾ നോർമലി എടുക്കുന്നില്ല. ഓക്കെ, അതായത് ഇവിടെ 6 പോയിന്റ് ആണല്ലോ നമ്മുടെ ടോട്ടൽ റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ 6ൻ്റെ 2 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ് വരുന്നത്. പക്ഷെ നമ്മൾ 12 പോയിന്റ് പിടിക്കത്തില്ല. അതായത് 6 പോയിന്റിന് മുകളിലേക്കുള്ള എൻട്രിയിൽ നമ്മൾ 9 പോയിൻ്റാണ് പിടിക്കുന്നത്. അല്ലെങ്കിൽ 8-9 പോയിന്റ് നിങ്ങൾ പിടിച്ചാൽ മതി. അത് തന്നെ നല്ലതാണ് ആക്ച്വലി. നല്ല കറക്റ്റായിട്ട് നിങ്ങൾ റൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് നേരെ ബാക്കിലേക്ക് പോകാം. ഇനിയും റൂൾസ് വരും, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയാം. ഓക്കെ, നമുക്കൊരു ഈ മാസത്തെ നോക്കാം ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എൻട്രിയാണ് നമുക്കിവിടെ നോക്കാം. നമ്മൾ ബുള്ളിഷ് സൈഡാണ് നിൽക്കുന്നത് അല്ലേ, നോക്കി നിങ്ങൾ ബുള്ളിഷാണ് നമ്മൾ. അപ്പോൾ ഫസ്റ്റ് ബ്ലൂ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിലാണ്. ഓക്കെ, അതായത് 6:25 വന്ന ക്യാൻഡിലാണ്. ആ ക്യാൻഡിൽ +1. അപ്പോൾ ഈ ക്യാൻഡിൽ 6:30 ക്യാൻഡിൽ ക്ലോസ് ആയി കഴിയുമ്പോഴാണല്ലോ നമ്മൾ എൻട്രി പോകുന്നത്. അപ്പോൾ ആ ക്യാൻഡിലിൻ്റെ ഹൈയുടെ മുകളിലേക്ക് 0.3 ബഫർ വരണം. അപ്പം നോക്കിയേ, മുകളിൽ നോക്കിയാൽ 33.13. ഓക്കെ, 0.11 ആണ് ആ ക്യാൻഡിലിൻ്റെ ഹൈ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് 50 പോയിന്റോടെ കൂട്ടി കഴിഞ്ഞാൽ 61 നമ്മുടെ എൻട്രി ട്രിഗർ ആകേണ്ടത് അല്ലേ. സോ അവിടെ നമുക്ക് എൻട്രി ട്രിഗർ ആയിട്ടില്ല, നോക്കിയാൽ അറിയാൻ പറ്റും. അടുത്ത എൻട്രി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബൈസോണിൽ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബട്ട് ഇവിടെ സെല്ല് അപ്പോൾ പോകുന്നില്ല അല്ലേ, ഇവിടെ സെല്ല് പോകുന്നില്ല. കാരണം HTF പോസിറ്റീവാണ്, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളുടെ പോസിറ്റീവാണ്. നമ്മൾ ഈവൻ സ്കാൾപ്പാണ് ചെയ്യുന്നതെങ്കിൽ കൂടിയും നമ്മൾ ട്രെൻഡിൻ്റെ ഡയറക്ഷനിലേക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഫിക്സഡ് റൂൾ സ്കാൾപ്പിംഗ് ആണ്. ഇതിനകത്ത് നിങ്ങൾ വേറെ അധികം കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്ത എൻട്രി നോക്കിയേ, ബ്ലൂ ക്യാൻഡിലിൻ്റെ താഴെ മുതൽ +1 അടുത്ത ക്യാൻഡിലിൻ്റെ ഹൈ വരെ എത്രയാണ്, റെഡ് ക്യാൻഡിൽ വരെ 3 പോയിൻ്റാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം മുകളിലേക്ക് നമ്മൾ 6 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് ആയിരിക്കും പിടിക്കുന്നത്. ഓക്കെ, 1:2 അടിച്ചു. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ട്രയൽ ചെയ്തുകൊണ്ട് പോകാനുള്ള രീതികൾ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ, അതായത് നമ്മളിപ്പം ഒരു സ്റ്റാർ ലൈനെ കണക്ട് ചെയ്യണം ട്രയൽ ചെയ്യാൻ വേണ്ടി, ഈ സ്റ്റാർ ലൈൻ നെഗറ്റീവ് ആകാതെ ഞാൻ ഇറങ്ങുന്നില്ല. അങ്ങനെ നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് ട്രെൻഡിനെ റൈഡ് ചെയ്യാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വലിയ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. അത് പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 1:2 റേഷ്യോയിലാണ് നമ്മൾ കൊണ്ടുപോകുന്ന ഈ ഒരു ട്രേഡിനെ. ഇതിനകത്ത് വിൻ റേറ്റ് നമുക്ക് കൂടുതലാണ്, അതായത് ഹിറ്റ് റേറ്റ് കൂടുതലാണ്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു ട്രെൻഡ് ട്രേഡിംഗ് കൺസെപ്റ്റിൽ. ഓക്കെ, അതും സ്കാൽപ്പിംഗ് ആണെങ്കിൽ കൂടി നമ്മൾ ട്രെൻഡിൻ്റെ സൈഡിലേക്ക് തന്നെയാണ് സ്കാൽപ്പ് ചെയ്യുന്നത്. സംഭവം മനസ്സിലായോ? അപ്പം അതിൻ്റെ വിൻ റേഷ്യോ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഓവറോൾ ആയിട്ടുള്ളൊരു ലോങ് പീരീഡിൽ നമ്മളിത് സക്സസ് ആയിരിക്കും വരുന്നത്. അടുത്ത എൻട്രി ഏതാണ്, ഇതാണ് ബ്ലൂ ക്യാൻഡിൽ +1. ഓക്കെ, ഇവിടെ എത്രയാണ്, 4 പോയിൻ്റാണ് ടോട്ടൽ റേഞ്ച് വരുന്ന എൻട്രി. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് എത്രയാണ്, 8 പോയിൻ്റാണ് പിടിക്കേണ്ടത് അല്ലേ. കണ്ടോ, 8 പോയിൻ്റ് സംതിങ് വന്നിട്ടുണ്ട്. അടുത്ത് നോക്കിയാൽ ഇവിടെ സെല്ല് വന്നു, നമ്മൾ പോകത്തില്ല കാരണം HTF ഉണ്ട്. വീണ്ടും ബൈ. ഇതുണ്ടോ, വളരെ വലിയ റേഞ്ച് ഉള്ള ക്യാൻഡിലാണെങ്കിൽ, അതായത് ഒരു 10 പോയിൻറ്റിൻ്റെയൊക്കെ മുകളിലാണെങ്കിൽ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്തേക്കുക. ഇത് 2 ക്യാൻഡിലൂടെ കൂട്ടിക്ക്
ബ്ലൂ പ്ലസ് 1 10 പോയിൻറ്റിൻ്റെ നിയർ അല്ല, 12 പോയിൻ്റ് ആണ്. സോ ഇങ്ങനത്തെ ക്യാൻഡിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും SL ഒരു 50% വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 50% ആകുമ്പോൾ വീണ്ടും നമുക്ക് 1:2 ഡേക്കോ 1:2 നമ്മുടെ റേഞ്ച് 8, 9 എന്നൊക്കെ ഉള്ള ഒരു റേഞ്ചിൽ നമ്മൾ ബുക്ക് ചെയ്തേക്കണം. 6 പോയിൻ്റ് നമുക്ക് ഫുൾ റേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഇരട്ടിയല്ല നമ്മൾ പിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത് നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു സെല്ല് വന്നിട്ടുണ്ട്, നമ്മൾ പോകത്തില്ല. അടുത്ത് നിങ്ങൾ നോക്കിയേ, ഇവിടെയാണ് ബ്ലൂ പ്ലസ് 1 സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈ എത്രയാണ്? 33.75.64 വന്നിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ക്യാൻഡിലും അതിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല അല്ലേ. 75.64, 75.99 ഈ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75.99 അപ്പോഴും 0.5 പോയിൻറ്റിൻ്റെ ബഫർ ഇതിൻ്റെ മുകളിൽ ഇത് എടുത്തിട്ടില്ല ഈ ക്യാൻഡിൽ. ദെൻ എവിടെയാണ്? ഇവിടെയാണ് ആ ക്യാൻഡിൽ ട്രിഗർ ആകുന്നത്, എൻട്രി ട്രിഗർ ആകുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ നമുക്ക് റേഞ്ച് എത്രയാണ്? 3 പോയിൻറ്റിൻ്റെ റേഞ്ചാണ്. അത് നമുക്ക് 6 പോയിൻ്റായിട്ട് ഇവിടെ എവിടെയെങ്കിലും കിട്ടും. കണ്ടോ, ഇവിടെ അത് ടാർഗറ്റ് അടിച്ചു, 6 പോയിൻ്റ് അടിച്ചു. ദെൻ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ വന്നു. ഓക്കെ, സെല്ല് നടക്കുന്നു. പ്രൈസ് 2 സ്റ്റാർ ലൈന് താഴേക്ക് ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എൻട്രി കൺസിഡർ ചെയ്ത് പോകാം. ഓക്കെ, അതായത് ഇങ്ങനെ നമുക്ക് ട്രെൻഡ് ചേഞ്ച് ആകേണ്ട കാര്യമില്ല ഈ ഒരു കൺസെപ്റ്റിൽ. ഓക്കെ, പ്രൈസ് റേഞ്ച് ഈ 2 HTFന് താഴേക്ക് നിന്നാൽ മാത്രം മതി, മനസ്സിലായോ? അല്ലെങ്കിൽ പ്രൈസ് അതിൻ്റെ 2 HTFന് മുകളിലേക്ക് നിന്നാൽ മാത്രം മതി ക്ലോസിംഗ് ബേസിസിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഈ ക്യാൻഡിൽ ബ്ലൂ പ്ലസ് 1ൻ്റെ ഈ ക്യാൻഡിൽ നമുക്ക് ക്ലോസിങ് താഴേക്കാണ് തന്നിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് ഇവിടെ 4 പോയിൻറ്റിൻ്റെ റേഞ്ച്, ദെൻ ഇവിടെ നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ 8 പോയിൻ്റ് നമുക്ക്, അല്ലെങ്കിൽ 9 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് ഇവിടെ കിട്ടും. ഓക്കെ, സോ ഇതിന്, അതായത് ഈ എൻട്രി റേഞ്ച് വരുമ്പം നമുക്ക് ഒരു ട്രെൻഡ് ചേഞ്ച് ആകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടെ വേണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ബേസ് സ്ട്രക്ചറിൽ അഗ്രസീവ് മാറ്റിയിട്ട് ഡിഫെൻസീവ് മോഡ് ഇടണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ഈ ബ്ലൂ ക്യാൻഡിൽ വരുന്ന ഏരിയയൊക്കെ ഒരു ആഷ് കളറായിരിക്കും കാണിക്കുന്നത്. സോ നമുക്ക് അറിയാൻ പറ്റും അത് ട്രെൻഡ് ചേഞ്ച് ആകാൻ പോകുന്ന സ്ഥലമാണ്, നമുക്ക് എൻട്രി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും 8 പോയിൻ്റ് കിട്ടി. ദെൻ ഇവിടെ നമ്മൾ മുകളിലേക്കുള്ള ട്രേഡ് എടുക്കുന്നില്ല, കാരണം HTF മുകളിലുണ്ട്. ദെൻ താഴേക്ക് നോക്കുക, ഇവിടെ നമുക്ക് ഒരു SL ട്രിഗർ ആയിട്ടുണ്ട് അല്ലേ. ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിൽ വരെ നോക്കിക്കഴിഞ്ഞാൽ 6 പോയിൻറ്റിൻ്റെ റേഞ്ചാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മളുടെ MTL ഉണ്ട്. MTLൻ്റെ മുകളിൽ ജസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്തിരുന്നെങ്കിൽ വരത്തില്ല, അതായത് SL വരാൻ ചാൻസ് ഇല്ല. പക്ഷേ റൂള് പ്രകാരം നമ്മൾ എത്രയാണ്, 5 പോയിൻറ്റിന് താഴെയാണ് ഈ റേഞ്ച് എങ്കിൽ വീണ്ടും നമ്മൾ നമ്മളുടെ MTLൻ്റെ മുകളിലേക്ക് SL നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ല. ഒരു നമ്മളുടെ 5 പോയിൻ്റ് ഇവിടെ SL പോയെന്ന് തന്നെ വിചാരിച്ചോളൂ. ഓക്കെ, അടുത്ത ട്രേഡ് നോക്കുക. ദെൻ ഇതാണ് അടുത്ത ട്രേഡ്. ഇതിൽ നമുക്ക് ഇവിടെയാണ് ട്രിഗർ ആകുന്നത്, ഈ ക്യാൻഡിലാണ് ട്രിഗർ ആകുന്നത്. അപ്പോൾ അതിൻ്റെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 5 പോയിൻ്റാണ്, 6 പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 8 പോയിൻറ്റിൻ്റെ റേഞ്ചിൽ നമുക്ക് ഇതും ടാർഗറ്റാണ്. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എൻട്രി നമ്മൾ പോകുന്നില്ല. ദെൻ ഇവിടെ നമ്മൾ ട്രിഗർ ആയിരിക്കുന്ന എവിടെയാണ്, ഈ റേഞ്ചിലാണ് ട്രിഗർ ആയിരിക്കുന്നത്. സോ അത് നമുക്ക് ടാർഗറ്റ് അടിക്കും. ഇത് ചെറിയൊരു റേഞ്ചാണ്. സോ നമുക്ക് MTLന് മുകളിലേക്ക് SL അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദെൻ ഇവിടെ നോക്കിയാൽ വീണ്ടും നമുക്ക് ട്രിഗർ ആയിട്ടില്ല, അതായത് 0.5ൻ്റെ മുകളിലേക്കുള്ള ബഫർ പോയിട്ടില്ല ഈ ക്യാൻഡിൽ. ഓക്കെ, സോ ഇത് നമ്മൾ എടുക്കത്തില്ല, കാരണം ഇവിടെ HTFന് മുകളിലാണ് പ്രൈസ്. ബട്ട് നമ്മളുടെ റൂൾ പ്രകാരം ഇത് വാലിഡ് അല്ല. ഇത് വീണ്ടും വാലിഡാണ്. ഇതുണ്ടോ, ഇവിടെ നേരിട്ട് നമുക്ക് വീണ്ടും 1:2ൻ്റെ ടാർഗറ്റ് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ക്യാൻഡിൽ കൺഫേം ആകാൻ വേണ്ടി, ക്ലോസിംഗ് ബേസിസിൽ ക്യാൻഡിൽ കൺഫേം ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ബ്ലൂ ക്യാൻഡിൽ +1. ഓക്കെ, ദെൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എൻട്രി ഇല്ല. ഇതുണ്ടോ, പിന്നെ ഇവിടെ എൻട്രി വന്നു, ബഫർ ട്രിഗറായി നേരെ 1:2 തന്നു അല്ലേ. ഇവിടെ നിന്ന് 1:2 ആണ്. ഇവിടെ നമുക്ക് സെൽ എൻട്രി വന്നിട്ടുണ്ട്, ബട്ട് ഇവിടെ നമ്മൾ പോകത്തില്ല, കാരണം ഇതിൻ്റെ കണ്ടിന്യൂവേഷന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എൻട്രി കിട്ടിയിട്ടില്ല. ഓക്കെ,
ഇതിന് താഴെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ വൺസ് HTFന് താഴെ പ്രൈസ് സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ വരുന്ന പുൾ ബാക്കിൽ എൻട്രി എടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് സെൽ എൻട്രി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബൈ ആണ് കേട്ടോ, ഇത് ബൈ ആണ്, ഇത് സെല്ലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു SL വരും. ഇവിടെ നമുക്ക് വീണ്ടും ബൈ ആണ്. ഇതിനകത്ത് ടാർഗറ്റ് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അതായത് 3 പോയിന്റിൻ്റെ റേഞ്ച് ആണെങ്കിൽ നമുക്ക് ഏകദേശം 3 പോയിന്റാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു റൂൾ കൂടി ആഡ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ ലോസിനെ ലിമിറ്റ് ആക്കാൻ വേണ്ടി ഒരു റൂൾ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതാണ് ട്രെയിലിംഗ് SL. ഓക്കെ, അപ്പം നമ്മൾ 3330 ഒരു എൻട്രി നമ്മൾ ബൈ എടുത്തു. ഓക്കെ, ഇത് ഇവിടെ നിന്ന് 2 പോയിന്റ് മുകളിൽ കയറി കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് 2 പോയിന്റ് ബഫറോട് കൂട്ടി തന്നെ 2 പോയിന്റ് നമ്മളുടെ ഫേവറിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ SL ബ്ലൂ ക്യാൻഡിലിൻ്റെ താഴെയാണല്ലോ വരുന്നത്. ആ SL നേരെ ഷിഫ്റ്റ് ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റിൽ കൊണ്ട് വെച്ചേക്കണം. ഓക്കെ, ഈ 330 വരണം SL. മനസ്സിലായോ? ഇത് ബോത്ത് സൈഡ്, സെൽ സൈഡിലും സെയിം ആണ്. നമ്മളുടെ ഫേവറിൽ 2 പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ലോസിനെ കോസ്റ്റ് ടു കോസ്റ്റ് കൊണ്ടുവരണം. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണം? 2 പോയിന്റ് 3 പോയിന്റ് പോയിട്ട് തിരിച്ചു വരുന്ന സംഭവങ്ങൾ നമുക്ക് ഒരിക്കലും ലോസ് തരത്തില്ല. ഓക്കെ, ഇപ്പം നമ്മളുടെ ടോട്ടൽ റേഞ്ച് 3 പോയിന്റ് ആണ്. ഓക്കെ, അതായത് ബ്ലൂ ക്യാൻഡിൽ പ്ലസ് 1 ഒരു ക്യാൻഡിൽ. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പോയിന്റ് ആയിരിക്കുമല്ലോ. അപ്പം 5 പോയിന്റ് മൂവ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന കേസ് കാണും. 5 പോയിന്റ് പോകുന്ന ഉറപ്പായിട്ടും 6 പോയിന്റ് ആയിരിക്കും. അതല്ലാതെ ഇപ്പോൾ ഒരു 2 പോയിന്റ് 3 പോയിന്റിൻ്റെയൊക്കെ റേഞ്ചിൽ പോയിട്ട് തിരിച്ചു പോരുന്ന സംഭവം ഓക്കെ 2+ കയറി കഴിയുമ്പോൾ തന്നെ കോസ്റ്റ് ടു കോസ്റ്റ് കൊണ്ടുവന്നിരിക്കണം. നമ്മൾ ഇവിടെ സ്കാൽപ്പേഴ്സാണ്, നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഒന്നും വേണ്ട മാർക്കറ്റുമായിട്ട്. ഓക്കെ, സ്കാൽപ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വന്നു പരിപാടി നടത്തി പോവുകയാണ്. ഓക്കെ, അല്ലാതെ മാർക്കറ്റിൽ നമ്മൾ വലിയ SL കൊടുത്ത് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെയും വീഡിയോ കറക്റ്റായിട്ട് കാണുക. വളരെ യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കൺസെപ്റ്റാണ്. ഇപ്പം ഞാൻ കാണിച്ചതിൽ തന്നെ നിങ്ങൾക്ക് SLൻ്റെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ടാർഗറ്റ് 1:2 പിടിക്കുന്നതുകൊണ്ട് തന്നെ വളരെ കൂടുതലാണ് നമുക്ക് കിട്ടുന്ന പോയിന്റ്. മാത്രമല്ല നമ്മളുടെ ഈ കൺസെപ്റ്റ് ട്രെൻഡ് ട്രേഡ് ആയിട്ട് കണക്റ്റ് ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹിറ്റ് റേറ്റും വളരെ കൂടുതലാണ്. ഓക്കെ, പിന്നെ ഈ ക്യാൻഡിൽസ് ഒന്നും ഒരിക്കലും റീപെയിൻറ്റബിൾ അല്ല. ഓക്കെ, റീപെയിൻ്റ് ആകുന്നതല്ല. ഇതൊക്കെ ക്ലോസിംഗ് ബേസിസിലാണ് എല്ലാത്തിൻ്റെയും കൺഫർമേഷൻസ് ഉള്ളത്. ഈവൻ MTLs ആയാലും സ്റ്റാർലൈൻസ് ആയാലും എല്ലാം ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിലാണ് കൺഫേം ആകുന്നത്. ഇപ്പം നിങ്ങളൊരു എൻട്രി മെത്തേഡ് ഇട്ടു, അതായത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു എൻട്രി മെത്തേഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു എൻട്രി മെത്തേഡും ആ കൺസേൺഡ് ടൈം ഫ്രെയിമിൻ്റെ ക്യാൻഡിൽ, നിങ്ങളിപ്പോൾ 15 മിനിറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 15 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക, കണ്ടിന്യൂ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ദെൻ ഒരു പുതിയ വീഡിയോ